പാവയ്ക്ക കയ്പ്പ് കാരണം കഴിക്കാതിരിക്കുന്ന എത്ര പേരുണ്ടല്ലേ നമ്മുടെ ഇടയിൽ. പക്ഷെ ഇങ്ങനെ ഒരു തീയൽ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. മധുരവും പുളിയും എരിവും എല്ലാം കൂടി കറക്റ്റായിട്ട് ചേരുന്ന ഒരു പാവയ്ക്ക തീ. 1 കിലോ പാവയ്ക്കാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിന് 150 ഗ്രാം ചെറിയുള്ളി ആവശ്യമാണ്. ലേശം ഉപ്പ്, കറിവേപ്പില, പിന്നെ 4 പച്ചമുളക്. നമ്മുടെ ഈ പച്ചമുളക് ഇല്ലായിരുന്ന കാരണം കാന്താരിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാളംപുളി വെള്ളമാണ്. പിന്നെ വേണ്ടത് ലേശം മഞ്ഞൾപ്പൊടിയും ലേശം കായപ്പൊടി. ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെച്ചിട്ട് തീ ഓണാക്കാം. നമ്മുടെ പാവയ്ക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാൻ നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 തേങ്ങയാണ് കേട്ടോ. ഒരു ചെറിയ കുടം വെളുത്തുള്ളിയും ലേശം കറിവേപ്പിലയും. പിന്നെ വേണ്ടത് 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മൂപ്പിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വറുത്ത തേങ്ങ ചൂടാറി കഴിയുമ്പം ഒരു മിക്സിയുടെ ജാറിൽ 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നമ്മുടെ വേവിച്ചെടുത്ത പാവയ്ക്കയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ശർക്കര ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് വറ്റി കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്ത് താളിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ചെറിയുള്ളി, കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ഇത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ താളിച്ചെടുക്കുന്നത്. ഈ താളിച്ചതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെച്ചാൽ നമ്മുടെ പാവയ്ക്ക തീയൽ റെഡിയായി.